എല്ലാവർക്കും നമസ്കാരം. പാലപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങ വറുത്ത ചമ്മന്തി ഉണ്ടാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 കൈപ്പിടി അല്ലെങ്കിൽ 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു 2 മിനിറ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതിയാവും. ഒട്ടും അധികമായിട്ട് അരഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇത് മിക്സിയുടെ ജാറിൽ തേങ്ങയുടെ കൂടെ ഇട്ട് അടിച്ചെടുക്കുന്നവർക്ക് എടുക്കാം, അല്ലാതെ എടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 10 ചെറിയുള്ളി ചെറുതായി മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് ചേർക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് വഴണ്ട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൾസ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് തന്നെ വറുത്തെടുക്കുമ്പോൾ ഇതിൽ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ്, ആ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ അപ്പമാണ്. വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പമാണ് കേട്ടോ. അപ്പോൾ പാലപ്പത്തിൻ്റെ കൂടെ നല്ല ചൂടോടെ കൂടി ഈ ചമ്മന്തി കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ദോശയുടെ കൂടെ ഇതൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് ഇനിയും കാണാം. അതുവരേക്കും താങ്ക് യു.